ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാം സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ആങ്സൈറ്റി ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? പറയാമോ? ഞാൻ പറയും, മനുഷ്യരാണോ നമ്മൾക്ക് ആങ്സൈറ്റി കാണും. ആങ്സൈറ്റി ഒരു നോർമൽ ഇമോഷനാണ് എല്ലാവരുടെയും. ഈ ആങ്സൈറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന എന്താണ്? ഒരു നെഗറ്റീവായിട്ടുള്ളതാണ്. ആണേ, മെൻ്റൽ ഡിസോർഡർ ആണ് എന്നൊക്കെ ഓർക്കും ഇല്ലേ? എന്നാൽ ഞാൻ പറയുകയാണ്, ഈ ആങ്സൈറ്റി എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവ് വശവുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ചെറിയ തോതിൽ ആങ്സൈറ്റി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് നല്ലതായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടൊരു ലൈഫ് വേണമെങ്കിൽ ചെറിയ തോതിൽ നമ്മൾക്കൊരു ആങ്സൈറ്റി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ സ്റ്റണ്ണടിക്കുന്നുണ്ടായിരിക്കും ഇല്ലേ? ആങ്സൈറ്റി വേണമെന്നാണോ പറയുന്നതെന്ന്? അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയമോ പേടിയോ ആദിയോ ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് തന്നെ ആങ്സൈറ്റിയുടെ പോസിറ്റീവ് കാര്യങ്ങളൊന്ന് നോക്കാം. ഏത് കാര്യത്തിലും നമ്മൾക്കൊരു ചെറിയ തോതിൽ ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷ ഇങ്ങോട്ട് അടുത്ത് വരുമ്പോഴത്തേനും ചെറിയൊരു ആദി അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അയ്യോ, പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമോ, അല്ലെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമോ? അതുപോലെ തന്നെ പേരൻസിനാണെങ്കിലും ഒരു ആദ്യമുണ്ട്. അയ്യോ, പരീക്ഷ വരുവാണ്, എൻ്റെ മോക്കല്ലേ മോന് അത് പഠിക്കുന്നുണ്ടോ, നല്ല റാങ്ക് കിട്ടുമോ എന്നെല്ലാം ഉള്ളൊരു ആദ്യമുണ്ട്. അപ്പം അങ്ങനെ ചെറിയ തോതിൽ ആദ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ചെയ്യേണ്ടത് നല്ലതായിട്ട് പഠിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പഠിക്കാനുള്ള വിഷയങ്ങളെല്ലാം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ തലേദിവസം നമ്മൾ നല്ലപോലെ കിടന്നുറങ്ങി പിറ്റേ ദിവസം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള മനസ്സോടുകൂടി പരീക്ഷ എഴുതാൻ പോയതാൽ നല്ല പോലെ പരീക്ഷ എഴുതി പാസ്സാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേരൻസിനാണ് മക്കൾ പഠിക്കുന്നില്ലെന്നും പറഞ്ഞൊരു ആദ്യം ഉണ്ടെങ്കിൽ അവരോട് പറയാം, നീ പോയി പഠിക്കേ, അല്ലെ ഞാൻ കൂട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അല്ലെ പറഞ്ഞു കൊടുക്കണം. എന്തെങ്കിലും മനസ്സിലാകാത്തതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ ചെറിയ തോതിലുള്ളൊരു ആങ്സൈറ്റി ഉള്ളപ്പോൾ നമുക്ക് ആ പരീക്ഷയെ നേരിടാനായിട്ട് കഴിയും. നല്ലപോലെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകുന്നവർക്കൊന്നും വലിയ ആങ്സൈറ്റി ഒന്നും കാണില്ല. ചെറിയൊരു വിഷമമൊക്കെ കാണുമായിരിക്കും, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. പരീക്ഷ എഴുതാൻ തുടങ്ങുമ്പോൾ അതെല്ലാം അങ്ങ് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂവിന് പോകാനായിട്ടാണെന്ന് പറയുവാണെങ്കിൽ അതിന് ഇൻ്റർവ്യൂ ഉണ്ടേ ഭയമാണേ എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അതിന് പകരമായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്, അവരുടെ മിഷനും വിഷനും ഒക്കെ എന്താണ് എന്നൊക്കെ കുറച്ചൊരു റിസർച്ച് ചെയ്ത് ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്നാ നല്ലതായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമെന്നറിയാമോ? സപ്പോസ് ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അപ്പോൾ ആലോചിക്കണം എന്തുകൊണ്ടാണ്, അല്ലെ എന്തൊക്കെ ആൻസേഴ്സാണ് എനിക്ക് പറയാൻ കഴിയാഞ്ഞത് എന്നോർത്തിട്ട് നമ്മൾ വീണ്ടും പോകുമ്പോൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ചെറിയ തോതിൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു നല്ലൊരു ഔട്ട്കം ഉണ്ടാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. സ്പീഡ് ലിമിറ്റ് അറിയാമല്ലോ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴെല്ലാം ഇടയ്ക്കിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അല്ലേ? ചിലപ്പോൾ 35 മൈൽ പെർ അവർ ആയിരിക്കും, 50 ആയിരിക്കും, 60, 70 മൈൽ പെർ അവർ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ സപ്പോസ് നമ്മൾ നേരെ കെയർ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് ഇഷ്ടത്തിന് ഓടിച്ചു പോയെന്നാൽ എന്താണ് സംഭവിക്കുക? പോലീസ് ബ്ലിം 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 ഇട്ടോട്ട് വരും പുറകെ അല്ലേ? നമുക്കങ്ങ് ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ലൊരു തുകയാണ്. അമേരിക്കയിലൊക്കെ ടിക്കറ്റ് നല്ലൊരു തുകയാണ് കേട്ടോ. 250, $300 ആയിരിക്കും ഒരു ടിക്കറ്റിന്. നമ്മൾ എന്തോ എടുക്കും? സ്പീഡ് ലിമിറ്റ് നമ്മളെ ശകലം കൂടി കഴിയുമ്പോഴത്തേനും നമുക്കൊരു ചെറിയൊരു ആങ്സൈറ്റി വരും. അയ്യോ, ഞാൻ സ്പീഡ് ലിമിറ്റ് കൂടുതലാണേ, അപ്പോൾ അങ്ങനെ പോകരുത് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ആ സ്പീഡിനെ ഒന്ന് ക്രമീകരിച്ചിട്ട് നമ്മൾ ആ സ്പീഡ് ലിമിറ്റിൽ നമ്മൾ യാത്ര ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അപകടങ്ങൾ ഒഴിവാക്കാം, പോലീസും പിടിക്കത്തില്ല, എല്ലാം ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു ആങ്സൈറ്റി നമുക്കുള്ളതുകൊണ്ടാണ്. സപ്പോസ് വലിയ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ അതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റിയാണ്. അയ്യോ, വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് എന്ത് പറയും ടിക്കറ്റ് മേടിച്ചുകൊണ്ട് എന്നാൽ, അല്ലെ ഭാര്യ എന്ത് പറയും, അയ്യോ അല്ലെ എൻ്റെ ഇത് 3ാമത്തെ ടിക്കറ്റാണ്, എൻ്റെ ലൈസൻസ് പോകുമല്ലോ എന്നെല്ലാം ഉള്ള ആദികൾ വരും ഇല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ സ്പീഡ് ലിമിറ്റ് കാണുമ്പോൾ നമ്മൾക്കൊരു ചെറിയൊരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ചെറിയൊരു ഉത്കണ്ഠയോ, പോലീസ് എപ്പോഴും നമ്മുടെ പുറകിലുണ്ടെന്നുള്ള ആ ഒരു ഉത്കണ്ഠ വരുമ്പോൾ നമ്മൾക്ക് സ്പീഡ് ലിമിറ്റിൽ പോകാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ഞാൻ പറയുകയാണേ, അമേരിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മിനിമം സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലയിടത്തൊക്കെ മിനിമം സ്പീഡ് 40 മൈൽ പെർ അവർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഭയങ്കര ആങ്സൈറ്റി ഉള്ളവരെന്നെ അടുക്കും, അയ്യോ 40 മൈലിലും പോകാതെ 35 മൈലിൽ പോയാൽ അന്നേരവും ടിക്കറ്റ് കിട്ടും കേട്ടോ. ഈ വക കാര്യങ്ങൾ നമുക്കൊരു ചെറിയൊരു ആങ്സൈറ്റി വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് നമുക്ക് ഒരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു വറി ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ജനിച്ച അന്ന് മുതൽ എന്ന് ഞാൻ പറയത്തില്ല, ഒരു 2-3 വയസ്സുള്ള കുട്ടി വരെ നമുക്ക് വലിയ ആങ്സൈറ്റി ഒന്നും കാണത്തില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ആങ്സൈറ്റി ആയിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ പഠിച്ച് ഒരു ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും നമുക്കൊരു ആങ്സൈറ്റി, അയ്യോ ഇനി എങ്ങനെയാണ് ഒരു വീട് മേടിക്കുന്നത്, അല്ലെ ഒരു വണ്ടി വാങ്ങിക്കുന്നത്, അല്ലെ ഉദ്യോഗ കയറ്റം കിട്ടുന്നത് എങ്ങനെയാണ് അന്നും പറഞ്ഞുകൊണ്ടൊരാതി. എന്നാൽ പിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അയ്യോ ഒരു വർഷത്തിനകം കുട്ടികളുണ്ടായില്ലെങ്കിൽ ഓർക്കും അയ്യോ എന്തോ എനിക്ക് കുട്ടി ഉണ്ടാകാത്ത എന്നും പറഞ്ഞുകൊണ്ടൊരാതി. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ അവരെ വളർത്താനായിട്ടുള്ള രാതി. ഈ കുഞ്ഞുങ്ങളൊരു ടീനേജർ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ പേരൻസിന് ഭയങ്കര ആതി. അതുപോലെ തന്നെ മധ്യവയസ്കരാണേലും ഇനി പ്രായമായവരാണേലും അയ്യോ എനിക്ക് വാർദ്ധക്യമായി, എനിക്ക് എന്താ അസുഖമാണ് വരാൻ പോകുന്നത്, എന്നതെങ്കിലും ഒരു തലവേദനയുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പറയും അയ്യോ ബ്രെയിൻ ട്യൂമർ ആയിരിക്കും. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർക്കത്തില്ല. അല്ലെ വയറ്റിലൊരു വേദനയാണെന്ന് പറയാം, അയ്യോ എന്നാൽ ക്യാൻസറാണ്. അങ്ങനെയുള്ള ആദികളുടെ കൂമ്പാരങ്ങളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായോ. പക്ഷേ അങ്ങനെ ഓവറായിട്ട് ആങ്സൈറ്റി എടുക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. നമ്മൾ അതിനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഇപ്പം തലവേദന എടുത്തു വേദന പറയുകയാണെങ്കിൽ ഡോക്ടറെ കാണണം, വയറ്റ് വേദനയാണെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണണം, എന്തോ അസുഖമാണെന്ന് പറഞ്ഞാലും നമ്മൾക്ക് അതിന് ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ്ങിൽ പോകണം. കാരണം ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നമ്മൾക്ക് രോഗം വരുന്നതോ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. അല്ലേ അതുപോലെ കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം മഴക്കാലം എല്ലാമാണ്, അപ്പം നമ്മുടെ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെയാണെന്ന് പറഞ്ഞാലും അത് ഒന്ന് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ്റിന് അസുഖങ്ങളും ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും അല്ലേ എന്ന് പറയുന്നത് പോലെ അങ്ങനെ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ആങ്സൈറ്റിയെ ഒന്ന് കുറയ്ക്കേണ്ടതാണ്. അപ്പം നോർമലായിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ചെറിയ തോതിലൊക്കെ ആങ്സൈറ്റി നമുക്ക് ഉണ്ടായെന്നാൽ നമ്മൾക്കത് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് നമ്മൾക്ക് ആലോചിച്ച് അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾക്ക് ആ ആങ്സൈറ്റി ലെവലിനെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആങ്സൈറ്റി ഒരു മെൻ്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ എപ്പോഴാണ് കാണുന്നതെന്ന് അറിയാമോ, ആ ആങ്സൈറ്റി കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നേരാവണ്ണം ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പ്രശ്നമായിട്ട് തീരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ആങ്സൈറ്റി കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, ജോലി അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അൺവാണ്ടഡ് തോട്ട്സ് ഒക്കെ കാണുമായിരിക്കും. അതുപോലെ നമ്മുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കുകയാണ്. നമുക്ക് നോർമലായിട്ടൊരു ലൈഫ് നടത്താൻ പറ്റാതെ വരുന്ന ആ സാഹചര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ നമ്മൾ കണിശമായിട്ടും അതിന് വൈദ്യസഹായം എടുക്കണം. അതിനിപ്പം ഒരു ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞാലൊന്നും ഒരു കുഴപ്പവുമില്ല കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഡിപ്രഷനോ ആങ്സൈറ്റിക്കോ ഒക്കെ എന്തെങ്കിലും മരുന്നെടിച്ചുന്ന വട്ടാണ്, മറ്റേതാണ്, ഭ്രാന്താണ് എന്നൊക്കെ പറയുന്നത്. ഇന്ന് അതല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾക്കൊരു നോർമൽ ലൈഫ് നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനകത്തൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട, പ്രശ്നങ്ങളും വിചാരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചിലർക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആദികളുണ്ട്. നാളെ എന്താവും എന്നുള്ള വിചാരം. നാളെ വരട്ടെ, നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. കുറച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകാം. അത് പ്രകാരം വന്നെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. എന്നും പറഞ്ഞ് നാളെ എന്ത് സംഭവിക്കും എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ആദിയിൽ ജീവിക്കരുത് കേട്ടോ. അപ്പോൾ ചെറിയ തോതിൽ ആങ്സൈറ്റി ഉണ്ടായിരുന്നാൽ എന്തോ ആണ് അത് നമ്മളെ ഒരു വാർണിംഗ് സൈൻ ആയിട്ട് കരുതണം. ഓക്കെ, പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിത ദിനചര്യകളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചതാൽ നമുക്ക് നല്ലതായിരിക്കും. പിന്നെ നമ്മൾക്ക് നല്ല ഒരു മൈൻഡ്ഫുൾനെസ് വേണം. ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ അവലോകനം ചെയ്ത് അതനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു കഴിവിനാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വിശദമായിട്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ്. പിന്നെ വേണ്ടത് നമ്മൾ റെഗുലറായിട്ടൊരു എക്സർസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് ലെവലിനെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് നല്ല രക്തയോട്ടം ഉണ്ടാകും, ബ്രെയിനിലേക്കും അതുപോലെ വൈറ്റൽ ഓർഗൻസിലേക്കും എല്ലാം രക്തയോട്ടം ഉണ്ടാകും. അപ്പോൾ നമുക്ക് നല്ലപോലെ നോർമലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മെഡിറ്റേഷൻ നല്ലതാണ്, യോഗ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ഡയറ്റ്. ഞാൻ ഹെൽത്തി ഡയറ്റ് എന്താണെന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
അധികം വറുത്തതും പൊരിച്ചതും ഒരുപാട് എണ്ണ അങ്ങ് കോരി ഒഴിച്ചതും ഒന്നും കഴിക്കാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ചിട്ടയുണ്ടെങ്കിൽ നമുക്ക് ഈ ആങ്സൈറ്റി ഒക്കെ ഒത്തിരി കുറയ്ക്കാൻ കഴിയും. നമുക്ക് കുറഞ്ഞതൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഉറങ്ങാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതിനൊക്കെ ഒരു ചിട്ട വെക്കണം. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ TV കാണത്തില്ല, അല്ലെങ്കിൽ നേരത്തെ കിടക്കേണ്ടവരാണ് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുവോ ഒക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേക്കാൻ നോക്കണം. അത് 10 മണി 11 മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതചര്യകൾ അങ്ങ് പകുതി ദിവസം അങ്ങ് പോയെന്നുള്ളതുണ്ട് കേട്ടോ. ഇതിനേക്കാളും ഏറ്റവും നല്ലത് നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് സന്തോഷിക്കാനായിട്ടും നമ്മുടെ ജോലികളെല്ലാം ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇഷ്ടം പോലെ സമയം കിട്ടും. പിന്നെ എല്ലാവരുടെയും ഇഷ്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാലും നമ്മുടെ നല്ലൊരു മെൻ്റൽ ഹെൽത്തിന് അത് വളരെയധികം ഉപയോഗപ്പെടും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലുണ്ട്, ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമ്മൾ വൈസായിട്ട് തിങ്ക് ചെയ്ത് ചെയ്യുക. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ ലീവ് ഇറ്റ് അലോൺ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നാളെ ഇനി രോഗം വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് തൊട്ടേ ആദ്യമെടുത്ത് ഇരിക്കാതെ നാളെ രോഗം വന്നാൽ അന്നേരം നമുക്ക് കാണാം. എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മേലാത്ത ഒരു കാര്യങ്ങളാണ് അല്ലേ, എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ ഒക്കെ ചെയ്ത്. അപ്പം അതനുസരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ വറി ചെയ്യാതെ ഇരിക്കുക. അതുപോലെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ധാരാളമായിട്ട് ശ്രമിക്കണം. നമുക്ക് സ്ട്രെസ് കുറവുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും, കുട്ടികളും മുതിർന്നവരും വൃദ്ധരും എല്ലാവരും കുറച്ചൊക്കെ ആങ്സൈറ്റി എല്ലാവർക്കും ഉള്ളത് വളരെ നല്ലതാണ്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് അതിന് വേണ്ട പ്രിക്കോഷൻസ് നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യുക. പിന്നെ വരുന്നതിനെ നേരിടാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ വേണം ഇരിക്കാനായി. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആങ്സൈറ്റികളെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ളതും ഹാപ്പി ആയിട്ടുള്ളതുമായ ജീവിതം നമ്മൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു സുന്ദര ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ബായ്.